ഹായ് ഓൾ, വെൽക്കം ടു വൈത്രി വില്ലേജ്. ഇതാണ് നമ്മൾ വയനാടിൽ ബുക്ക് ചെയ്തേക്കുന്ന റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ റൂം 2 കാണിക്കാം. വയനാടുള്ള വൈത്തിരി വില്ലേജിലേക്ക് വന്നേക്കാണ്. അവിടുത്തെ റൂം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. സോ നമ്മുടെ റൂം ഈസ് ലൈക്ക് നമുക്ക് ഇവിടെ ഡബിൾ കോട്ട് ബെഡ് ഉണ്ട്. ആൻഡ് വി ഹാവ് എ ബിഗ് സൈസ് മിറർ ഉണ്ട്. പിന്നെ നമ്മുടെ വാഷ്റൂം, ചെറിയൊരു വാഷ്റൂം ഉണ്ട്. ഇവിടെയും 2 മിററുണ്ട്. ഇവിടെയും 2 മിററുണ്ട്. അത്യാവശ്യം സൗകര്യം ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല റൂമാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ വ്യൂ. അടിപൊളിയല്ലേ ഗൈസ്? ഇപ്പൊ ബാക്കി കാര്യങ്ങൾ എനിക്ക് ഭംഗിയെ പറയാം. നമ്മൾ കുറച്ച് നേരം എന്നിട്ട് റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ റിസോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഫുൾ പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ബ്രീത്ത് ചെയ്യാൻ തോന്നും. അത്രയും നൈസ് സ്ഥലമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 3 ഏക്കേഴ്സിലോ 30 ഏക്കേഴ്സോ അത്രയും എന്താ പറഞ്ഞ് അതിലാണ് ഈ റിസോർട്ട് ഉള്ളത്. അതിനുശേഷം ഇതൊരു വാട്ടർ സോഴ്സാണ്. അവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് ഇതാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. നല്ല രസം. എനിക്ക് തോന്നുന്നു മഴക്കാലം ആകുമ്പോൾ ഇത് നല്ലോണം വെള്ളം ഉണ്ടെന്ന്. ഇതിപ്പം അധികം വെള്ളം ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ പോയി. അപ്പം ഫ്രണ്ടിൽ പോകണ ചെപ്പയാണെങ്കിൽ ഇങ്ങനെ ബ്രിഡ്ജ് കുലുക്കുക. അപ്പം എനിക്കാണെങ്കിൽ ഹൈറ്റ് ചെറിയ പേടി. അപ്പം ഞാൻ കുലിക്കല്ലേ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഫൺ. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ പോകണം. പറ്റുന്നതൊക്കെ എവിടെയെങ്കിലും എസ്കേപ്പിൻ്റെ തന്നെ അല്ലേ, അതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. അത് ഭയങ്കര രസമായിരിക്കും. അതും ഞങ്ങൾ ഒരു 6 ഇയേഴ്സൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. 5 to 6 ഇയേഴ്സ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് 2-3 ഇയേഴ്സിന് ശേഷം പിന്നെയും കാണുമ്പോൾ ഇറ്റ് വിൽ ബി സോ ഫൺ. ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാട്ടോ. അത് അവർ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ഒരു 5 to 6 ഇത് കാണാൻ പറ്റും. പിന്നെ അവിടെ പൂളുണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ കുളിയായിരുന്നു. പിന്നെ ഒരു നൈസ് സ്ലീപ്പ് എടുത്തു. എന്നിട്ട് മോർണിംഗ് എണീച്ചപ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. എന്നിട്ട് ഈ വ്യൂ മോർണിംഗ് കാണാനാണ് എൻ്റെ പൊന്നി. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. എന്ത് രസമാണെന്നറിയോ, ഇങ്ങനെ നല്ല രസം. സൂര്യപ്രകാശവും കോടയും മലയും എല്ലാം ആയിട്ട് ഭയങ്കര രസമായിരുന്നു. നമുക്ക് റിലാക്സിങ്, ഒരു മൈൻഡിന് കാംനെസ് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കണ്ട് ഒരു ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് വന്നു. താഴെ ചെന്നപ്പം നല്ല രസം. എല്ലാം ഭയങ്കര തണുപ്പും, ഓവർ തണുപ്പല്ല, ഒരു നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു നല്ല പ്രകൃതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ചെടികളൊക്കെ കണ്ടു. ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ കണ്ടു. ഇവിടെ കുറച്ച് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചുമ്മാ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു നല്ല ലോഞ്ച് ഏരിയയിലാണ് ഈ റിസോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് പോയി. എന്നിട്ട് ജിമ്മിൽ പോയിട്ട് കുറച്ചൊന്ന് ജിമ്മൊക്കെ കാണിക്കാമെന്ന് വെച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ്. ഇതിൽ ഫുൾ വീഡിയോസ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയ. ഇതിൻ്റെ കൂടാതെ പ്ലേ ഏരിയ ഉണ്ട്. പ്ലേ ഏരിയയിൽ നമുക്ക് ഒരുവിധം ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട്. അത് നല്ല രസമായിരുന്നു. പക്ഷേ ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടു. ഞങ്ങൾ ഇങ്ങനെ ബേസ്ബോളൊക്കെ കളിച്ചു. പിന്നെ അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് കളിച്ചു. ഇറ്റ് വാസ് സോ ഫൺ. ഞാനും ഹർഷയൊക്കെ ലച്ചുവൊക്കെ ആദ്യമായിട്ടാണ് ടേബിൾ ടെന്നീസ് കളിക്കുന്നത്. സോ ഇറ്റ് വാസ് സോ ഫൺ. ഞങ്ങൾക്ക് ബാഡ്മിൻ്റൺ നോർമലി കളിച്ച് പരിചയമുള്ള ഞങ്ങൾ ടേബിൾ ടെന്നീസ് കളിച്ചപ്പോൾ അത് ഭയങ്കര പാടായിരുന്നു. സോ വി റിയലി എൻജോയ്. നമ്മൾ കുറച്ച് നേരം സൈക്കിളൊക്കെ എടുത്ത് സൈക്കിൾ സവാരിയൊക്കെ കുറച്ച് നേരം പോയി. എന്നിട്ട് അതിന് ശേഷം തിരിച്ചു വന്ന് ആർച്ചറിങ് ചെയ്യാമെന്ന് വെച്ചിട്ട് അമ്പ് വീഴ്ത്താൻ നോക്കിയിട്ട് എൻ്റെ അമ്പൊന്നും കൊള്ളുന്നില്ലായിരുന്നു. ദെൻ വി വെൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യനും വെസ്റ്റേണും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 എടുത്തിട്ടുണ്ടായി. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പ്രിറ്റി ഗുഡ്. അതിന് ശേഷം ഞങ്ങൾ വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് വി വേ സാഡ്, ലൈക്ക് നമ്മളിപ്പോൾ തിരിച്ചു പോകുമല്ലോ, 1 ഡേ കഴിഞ്ഞല്ലോ. അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരാളെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ എനിക്കൊന്ന് ഹൈറ്റ് പേടിയാണ്, ഞങ്ങളതൊന്നും ചെയ്തില്ല. ആൻഡ് നമ്മൾ ചുമ്മാ സംസാരിച്ചൊക്കെ നിന്നു. ഇത് ഇത്രയും വാസ്റ്റ് ഏരിയ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി ഒരു അറേഞ്ച് ചെയ്ത് തരാം എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ, ഫ്രീ ആണ്. പക്ഷെ ഞങ്ങൾ നടന്നതാണ്, ഞങ്ങൾക്ക് അതായിരുന്നു സുഖം. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു അവിടുന്ന് തിരിച്ചപ്പോൾ ഒരു 10 മണി. ഓക്കെ, താങ്ക് യു. ചന്തി കാണിച്ചിട്ട് പോയിടി. പണ്ടൊരു റീലല്ല, ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്. ഒരു ബൈക്കിൽ 2 ചെക്കന്മാര് പോകുമ്പോൾ കല്ലൂരിട്ട് ചെക്കന്മാര് പോയി വേണ്ടി ഇറങ്ങുന്നത്.